തിരുവിഷ്ണു മിനിസ്ട്രീസ് ഡെയിലി ബിഡിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 23 സാർവത്രിക സഭ വിശുദ്ധ ബലിമന്ദിയെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. മലാക്കി പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയും 23 മുതൽ 24 വരെയും. മിസ്റ്റർ ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയും തിരുവചനങ്ങൾ. ശിരറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനം നമ്മോടുകൂടെ. സ്നാപകന്റെ ജനനത്തെയാണ് സുവിശേഷം ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ക്രിസ്തുവിന് മുന്നോടിയായി സ്നാപകൻ ഭൂമിയിൽ വരുന്നു. യേശുവിനെ ഭൂമിയിൽ വെളിപ്പെടുത്താനായി സ്നാപകൻ വരുന്നു. സ്നാപകന്റെ ജനനം ഒരു വെളിപാടായിട്ടാണ് അനുഭവപ്പെടുക. സ്നാപകൻ എലിസബത്തിൽ നിന്ന് ജനിക്കുന്നത് വരെ സക്കറിയ മൂകനാണ്. അവൻ ജനിച്ചു കഴിയുമ്പോൾ അവനെന്ത് പേരിടണമെന്നതിനെ കുറിച്ച് ആലോചന ഉണ്ടാകുന്നു. സാധാരണഗതിയിൽ പിതാക്കന്മാരുടെ പേരാണ് കുഞ്ഞിന് നൽകേണ്ടത്. എന്നാൽ എലിസബത്ത് പറയുന്നു അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവന്റെ പേര് യോഹന്നാനാണെന്ന് അവൾ പറയുമ്പോൾ ചാർച്ചക്കാരെല്ലാവർക്കും ആ ഒരു പേരില്ലാത്തത് കൊണ്ട് അവിടെ കൂടിയ ആളുകൾ സക്രിയയുടെ അടുത്തേക്ക് ഒരു എഴുത്തുപലക വരുത്തി പേരെന്താണെന്ന് ആംഗ്യം കാണിച്ച് ചോദിക്കുന്നു. സക്രിയ ഈ പലകയിൽ എഴുതുന്നു അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അങ്ങനെ അതോടുകൂടെ സക്രിയയുടെ അതിരത്തിന്റെ കെട്ടുകൾ അഴിയുന്നു. സക്രിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശിശു ആരായി തീരുമെന്നതിനെ കുറിച്ച് ജനം അത്ഭുതപ്പെടുകയാണ്. യേശുക്രിസ്തുവിനെ ഭൂമിയിൽ അടയാളപ്പെടുത്താൻ വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട സ്നാപകന്റെ ജനനം നാം ഓർക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജനനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ദൈവം സ്നാപകനെ ഭൂമിയിലേക്ക് വിട്ടത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണെങ്കിൽ ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തുക എന്ന അടയാളപ്പെടുത്തുക എന്ന ദൗത്യവുമായിട്ടാണ് ഞാൻ നിങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് നാം വിളിക്കപ്പെടുന്നു. ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് ജീവിതം വഴി അനുഭവപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ജനനത്തിരുന്നാൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ആഗമനകാലത്തിന്റെ അവസാന നാളുകളിൽ ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത ദിനങ്ങളിൽ നാം ഓർക്കേണ്ടത് നമ്മിൽ തന്നെ അനുഭവപ്രദമാകേണ്ട ഒരു ക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രിസ്തുവിൽ നാം വീണ്ടും ജനിക്കേണ്ടതിനെ കുറിച്ചാണ്. യേശുക്രിസ്തുവിനായി തീർന്നിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിത പ്രവർത്തന വഴിയിൽ ഒരു അനുഭൂതി തലത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ഇടയാകണം. ക്രിസ്തു ജനനത്തെ കേവലമായ ഒരു ആചാരമായോ ഓർമ്മയായോ ആഘോഷിക്കുന്നതിൽ നമുക്ക് മെച്ചമായി ഒന്നും കിട്ടാനില്ല. സ്വാഭാവികമായ ലോകം ആഘോഷിക്കുന്നത് പോലെ അത് ഒരു തലങ്കാണ ഒന്നായിട്ട് മാറും. നക്ഷത്രം തൂക്കുന്നുണ്ട്, വിളക്കുകൾ കത്തിക്കുന്നുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രഘോഷിക്കുന്നവർ വിളക്കുകൾ കത്തിക്കുന്നുണ്ട്, മാംസാഹാരം നാം ഒരുക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ആഘോഷപരമായ കാര്യങ്ങളിൽ വസ്ത്രങ്ങൾ എടുക്കുകയും ആഘോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ നാം ഒട്ടും പിന്നിലല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഈ ലോകത്ത് അനുഭവപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തു ജന്മം ജീവിത യാഥാർത്ഥ്യമായി ജീവിതാനുഭവമായി മാറാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു തിരുനാൾ ആഘോഷം കൊണ്ട് എന്ത് ആർജിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് നാം ആലോചിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇത് കഴിയുമ്പോൾ പറയാൻ പോകുന്നത് ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞു പോയൊരു കണക്കാണ്, നഷ്ടത്തിന്റെ കണക്കാണ്. ക്രിസ്മസ് വന്നതുകൊണ്ട് എത്രയേറെ പണം ചെലവായി, അതുകൊണ്ട് എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടാവുന്നു, കടം വന്നു ചേരുന്നു. അത് ഈ ലോകത്തിന്റെ സാമാന്യതയ്ക്കനുസരിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചിന്തയാണ്. അവിടെ യേശുക്രിസ്തുവിനെ അനുകരിക്കാനോ അനുഗമിക്കാനോ മനസ്സ് കാണിക്കാതെ, ക്രിസ്തുവിനെ ലോകത്തെ അനുഭവപ്പെടുത്താൻ മനസ്സ് കാണിക്കാതെ ബാഹ്യമായ ചര്യകളിൽ മാത്രം ക്രിസ്തു ജനനത്തെ നാം ഒതുക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പുറത്തായി പോകുന്നു ക്രിസ്തു. ഈ ക്രിസ്തു അനുഭവം ജീവിതത്തിന് പുറത്തായി പോകുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് അനുഭവിക്കാനും കഴിയുന്നില്ല. ഒരിക്കലും ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. ക്രിസ്തുവിനെ അനുഭവപ്പെടുത്താൻ മാത്രമേ കഴിയൂ. അനുഭവപ്പെടുത്തേണ്ടത് ജീവിത പ്രവൃത്തി വഴിയാണ്. അതിന് ഈ സ്നാപകൻ ജനിക്കുമ്പോഴൊരു ബോധം നമുക്ക് വേണം. നാം നമ്മുടെ ജനനത്തെ ബലമതിക്കുന്നവരാകണം. ക്രിസ്തുവിൽ എന്നെ വീണ്ടെടുത്തിട്ടുണ്ടെന്നും അവൻ എൻ്റെ അകത്ത് വസിക്കുന്നുണ്ടെന്നും ക്രിസ്തു ജനനത്തിന്റെ അനുഭവ തലത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്നും എനിക്ക് ബോധ്യമുണ്ടാണ്. മലാക്കി പ്രവചനത്തിൽ വചനം പറയുന്നത്, എനിക്ക് മുമ്പ് എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു. ഈ പ്രവചനമാണ് സ്നാപകനിൽ നിറവേറുക. ആ പ്രവചനത്തിന്റെ തുടർച്ചയാണ് നമ്മിലൂടെ ഓരോരുത്തരിലൂടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു. ആ പൂർത്തീകരിക്കപ്പെട്ട പ്രവചനം പ്രവർത്തന നിരന്തമാകുന്നതാണ് ആനുകാലിക ലോകത്ത്. ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്തുക എന്ന പരമമായ ധർമ്മത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ക്രിസ്തു അനുഭവത്തിലേക്ക് വരാൻ സാധ്യത, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. യേശു ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ കഴിയാതെ പോകുമ്പോഴൊക്കെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഏറെ അകന്നാണ് തിരിച്ചറിയണം. രക്ഷാനുഭവത്തിൽ നിന്ന് അകന്നാണെന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ പ്രിയപ്പെട്ടവരെ, മലാക്കി പ്രവചനം പറയുന്ന പ്രവാചകന്റെ ദൗത്യം സ്നാപകൻ ഏറ്റെടുക്കുന്നുണ്ട്. പ്രവചനം സ്നാപകന് പൂർത്തിയാകുന്നുണ്ട്. അവൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ആനുകാലിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക്
ക്രിസ്തുവിൽ കൈവന്നിരിക്കുന്ന ഒരു മഹാഭാഗ്യം ക്രിസ്തുവിനെ ലോകത്തിന് അനുഭവപ്പെടുത്തി കൊടുക്കാനുള്ള വിളിയാണ്. നമ്മുടെ ജീവിതം വഴി, നമ്മുടെ പ്രവൃത്തി വഴി, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ക്രിസ്തുജനനം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുക, നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്രദമായി മാറുക. അങ്ങനെ മറ്റുള്ളവർക്കും നമുക്കും ക്രിസ്തു ഒരു സമ്പൂർണ്ണ അനുഭവമായി മാറാൻ ആവശ്യമായ നിലപാടുകൾ എടുക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലേക്ക് പ്രകാശമായി കടന്നു വന്നവനെ ജീവിതം കൊണ്ട് പ്രകാശിപ്പിക്കാനുള്ള വലിയ ദൗത്യം നിറവേറ്റാൻ ആവശ്യമായ ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.